ഗ്ലൈക്കോളിസിസിനകത്ത് 3 സ്റ്റെപ്പുകളിലാണ് എന്ത് നടക്കുന്നത്? ഇറിവേഴ്സിബിൾ പ്രോസസ്സ് നടക്കുന്നത്. ഇൻ ദ പേ ഓഫ് ഫേസ് ഓഫ് ഗ്ലൈക്കോളിസിസ്, വിച്ച് എൻസൈം ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഫസ്റ്റ് സബ്സ്ട്രേറ്റ് ലെവൽ phosphorylation? Download now. CC Learning app. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഖില വിപിൻ. HSLC സുവോളജി എക്സാമിന് നമ്മുടെ മുമ്പിലുള്ളത് വെറും 50-ൽ താഴെ ദിവസങ്ങൾ മാത്രമാണ്. 50 ദിവസങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ 50 ദിവസം റിവിഷൻ ചെയ്യാൻ പാടുണ്ടോ, അല്ലെങ്കിൽ 50 ദിവസം പഠിക്കാൻ പാടുണ്ടോ? തിയറി മാത്രം പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ 50 ദിവസത്തിന് നമ്മളൊന്ന് ഡിവൈഡ് ചെയ്യും അല്ലെ. ഒരു വ്യക്തമായ സ്റ്റഡി പ്ലാനോടുകൂടി പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഒരു നല്ല റാങ്കിങ്ങിലോട്ട് എത്താനായിട്ട് സാധിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ആ റാങ്ക് ലിസ്റ്റിന്റെ എവിടെയെങ്കിലും എത്തിപ്പെടാനായിട്ട് സാധിക്കും. പക്ഷെ ഒരിക്കലും ആദ്യത്തെ ഒരു ടേണിലോ രണ്ടാമത്തെ ടേണിലോ നിങ്ങൾക്ക് ഒരു അഡ്വൈസ് മെമ്മോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്ഥാനം എന്ന് പറയുന്നത് ആ റാങ്കിങ്ങിൽ ഒരു 30-ന് താഴെയായിരിക്കണം അല്ലെ. അപ്പൊ എങ്ങനെ ഈ കുറഞ്ഞ സമയം കൊണ്ട് ബാക്കിയുള്ള പോർഷൻസ് റിവിഷൻ ചെയ്ത് ഒരു നല്ല റാങ്കിങ്ങിലൂടെ എത്തും? ഒരു നല്ല സ്റ്റഡി പ്ലാനോടുകൂടി പഠിച്ചാൽ മാത്രം മതി അല്ലെ. അപ്പൊ ആ സ്റ്റഡി പ്ലാൻ എവിടെ നിന്ന് കിട്ടും? അതിന് നിങ്ങൾ വിഷമിക്കേണ്ട, CC ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി. ഇവിടെ HSLC സുവോളജിക്കായിട്ട് നിങ്ങൾക്ക് ഏറ്റവും എക്സലന്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സ് ആണ് നിങ്ങളെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ഇനിയുള്ള ദിവസങ്ങൾ വളരെ നല്ല രീതിയിൽ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? നന്നായിട്ട് പഠിക്കുവാനായിട്ട് സാധിക്കും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് HSLC സുവോളജിയിൽ നമുക്കറിയാം എല്ലാ പോർഷൻസിനും നമുക്കറിയാം എത്ര മൊഡ്യൂൾസ് ഉണ്ടോ അത്രയും മൊഡ്യൂൾസിന് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നിരിക്കുന്നത്? ആ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പോർഷൻസിനെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തുകൊണ്ട് നമുക്ക് പഠിക്കാനേ സാധിക്കില്ല അല്ലെ. കമ്പാരിറ്റീവ്ലി ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ട് ആണെന്ന് പറയുന്ന ഒരു പോർഷനാണ് ബയോകെമിസ്ട്രി എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോകെമിസ്ട്രിയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് പഠിച്ചാലോ? Which of the following enzyme catalyzes the committed step of glycolysis and is a primary site of allosteric regulation? Option A, hexokinase. Option B, phosphofructokinase. Option C, pyruvate kinase. Option D, glyceraldehyde 3-phosphate dehydrogenase. നമുക്കറിയാം ഇതിനകത്ത് കമ്മിറ്റഡ് സ്റ്റെപ്പ് എന്നുള്ള സ്റ്റെപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾ കേട്ടിരിക്കുന്നത് റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണുടച്ച് പറയും അല്ലെ. അതെന്ന് പറയുന്നത് എത്രാമത്തെ സ്റ്റെപ്പാ? തേർഡ് സ്റ്റേജ് ആണ് അല്ലെ. അതിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം എന്ന് പറയുന്നത് ഫോസ്ഫോഫ്രക്ടോകൈനേസ് ആണ്. ശരിക്കും പറഞ്ഞാൽ റെഗുലേഷനുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഗ്ലൈക്കോളിസിന്റെ റെഗുലേഷനുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഈ 3 എൻസൈംസും ഹെക്സോകൈനേസ് ആയാലും ഫോസ്ഫോകൈനേസ് ആയാലും പൈറുവേറ്റ് കൈനേസ് ആയാലും ഇത് 3ഉം എന്തിൽ പങ്കെടുക്കുന്നവയാണ്? ഗ്ലൈക്കോളിസിന്റെ റെഗുലേഷന് പങ്കെടുക്കുന്നവയാണ്. പിന്നെ ഈ എൻസൈംസിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ 3 എൻസൈംസിന്റെ പ്രത്യേകത എന്താണ്? ഇവ 3 ഫോസ്ഫോറിലേഷൻ വഴിയാണ് എന്ത് ചെയ്യുന്നത്? സബ്സ്ട്രേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ. ഹെക്സോകൈനേസിനകത്താണെങ്കിലും അവിടെ ഒരു ഫോസ്ഫോറിലേഷൻ നടക്കും. പക്ഷേ ഇവിടെ ഹെക്സോകൈനേസും അതുപോലെ ഫോസ്ഫോഫ്രാക്ടോകൈനേസും ഇവിടെ ഫോസ്ഫോറിലേഷൻ നടക്കുന്നുണ്ടെങ്കിലും ഇവരെന്ത് ചെയ്യുക ചെയ്യുന്നത്? ഇവരെ ATP യൂട്ടിലൈസ് ചെയ്യുക ചെയ്യുന്നത് അല്ലെ. ATP യൂസ് ചെയ്തിട്ടാണ് ഇവരുടെ റിയാക്ഷൻ നടക്കുന്നത്. അതേസമയം ATP പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് ആര് മാത്രമേ ഉള്ളൂ? പൈറുവേറ്റ് കൈനേസ് മാത്രമേ ഉള്ളൂ. പൈറുവേറ്റ് കൈനേസ് ആണ് ഇതിനകത്ത് ATP പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ 3 എൻസൈംസിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. എന്താണെന്നറിയാമോ? ഈ 3 എൻസൈംസും ഇറിവേഴ്സിബിൾ പ്രോസസ്സ് ക്യാരി ചെയ്യുന്ന എൻസൈംസ് ആണ്, അല്ലെങ്കിൽ ഇറിവേഴ്സിബിൾ പ്രോസസ്സ് കാറ്റലൈസ് ചെയ്യുന്ന എൻസൈംസ് ആണ്. ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? ഓപ്ഷൻ ബി ആണ്. ഫോസ്ഫോഫ്രക്ടോകൈനേസ് 1 ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? അതായത് 10 സ്റ്റെപ്പ് പ്രോസസ്സാണ് ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത്. ആ 10 സ്റ്റേജിനകത്ത് 3 സ്റ്റേജുകൾ മാത്രമാണ് ഇറിവേഴ്സിബിൾ പ്രോസസ് ആയിട്ട് വരിക അല്ലെ. ഒരിക്കലും ഒരു സബ്സ്ട്രേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് തിരിച്ചും ഒരിക്കലും അതിന് റിവേഴ്സിബിൾ പ്രോസസ്സ് പോസിബിൾ ആകാത്ത റിയാക്ഷൻസ്, അതിനെയാണ് നമ്മുടെ ഇറിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഒരു ഗ്ലൈക്കോളിസിസിനകത്ത് 3 സ്റ്റെപ്പുകളിലാണ് എന്ത് നടക്കുന്നത്? ഇറിവേഴ്സിബിൾ പ്രോസസ്സ് നടക്കുന്നത്. ആ 3 ഇറിവേഴ്സിബിൾ പ്രോസസ്സും എന്തുമായിട്ട് ബന്ധപ്പെട്ട റിയാക്ഷൻസ് ആയിരിക്കും? ഫോസ്ഫോറിലേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിയാക്ഷൻസ് ആണ്. ഗ്ലൈക്കോളിസിസിൽ ഈ 3 ഫോസ്ഫോറിലേഷനും കാറ്റലൈസ് ചെയ്യുന്നത് 3 എൻസൈംസ് ആണ്. അതിൽ ഒന്നാമത്തെ എൻസൈം എന്ന് പറയുന്നത് ഹെക്സോകൈനേസ് ആണ്. അതാണ് ശരിക്കും ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് മാറ്റുന്നത് അല്ലെ. അതാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഹെക്സോകൈനേസ് ആണ് ഫസ്റ്റ് എൻസൈം. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഫോസ്ഫോഫ്രക്ടോ കൈനേസ്. ഇതിനകത്ത് അവിടെ ഒരു ഫോസ്ഫോറിലേഷൻ നടക്കും. ആ ഫോസ്ഫോറിലേഷൻ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം ദാറ്റ് ഈസ് ഫോസ്ഫോഫ്രക്ടോകൈനേസ് 1. ഈ എൻസൈം ആണ് ശരിക്കും ആ ഒരു ഗ്ലൈക്കോളിസിസിന്റെ റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ് അഥവാ കമ്മിറ്റഡ് സ്റ്റെപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഏതാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. പറഞ്ഞത് മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. In the payoff phase of glycolysis, which enzyme is responsible for the first substrate level phosphorylation? Option A, phosphoglycerate kinase. Option B, phosphoglycerate mutase. Option C, pyruvate kinase. Option D, enolase enzyme. അതായത് നമുക്കറിയാം ഏതൊരു ഗ്ലൈക്കോളിറ്റിക് പാത്വേയിലും 2 ഫേസുകളുണ്ട്. ഒരു പ്രിപ്പറേറ്ററി ഫേസും ഉണ്ട്, പേ ഓഫ് ഫേസുകളുമുണ്ട് അല്ലെ. ഒരു ഗ്ലൂക്കോസിനെ ഒരു ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ആക്കി അല്ലെങ്കിൽ ഡൈഹൈഡ്രോക്സി അസറ്റോൺ ആക്കി മാറ്റുന്നത് വരെയുള്ള
ആദ്യത്തെ 5 സ്റ്റെപ്പിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? പ്രിപ്പറേറ്ററി ഫേസ് എന്ന് പറയും അല്ലെ. പിന്നീട് ആ ഗ്ലിസറാൾഡിഹൈഡ് ഫോസ്ഫേറ്റ് പൈറുവേറ്റ് ആയി കൺവേർട്ട് ചെയ്യുന്നത് വരെയുള്ള സ്റ്റേജിനെ നമ്മൾ എന്ന് വിളിക്കും? പേ ഓഫ് സ്റ്റേജ് എന്നും വിളിക്കും. ഇതിനകത്ത് പേ ഓഫ് സ്റ്റേജിൽ ഏത് എൻസൈംസ് ആണ് ഫസ്റ്റ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ കാറ്റലൈസ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം എന്താണ് ഫസ്റ്റ് സബ്സ്ട്രേറ്റ് ലെവൽ അതായത് ആദ്യമായിട്ട് ഒരു ATP പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കാരണമാകുന്ന അല്ലെങ്കിൽ ഒരു ATP പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേജ്. കാരണം ഫോസ്ഫോറിലേഷൻ റിയാക്ഷൻ നടന്ന ഒന്നുകിൽ ATP യൂട്ടിലൈസ് ചെയ്യുന്ന റിയാക്ഷൻസ് ഉണ്ടാവാം, ATP പ്രൊഡ്യൂസ് ചെയ്യുന്ന റിയാക്ഷൻസും അതിനകത്ത് ഉണ്ടാവും. ഇവിടെ ഫസ്റ്റ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ എന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഒരു ATP അല്ലെങ്കിൽ എനർജി മോളിക്യൂൾസ് ഫോം ചെയ്യുന്നതിന് സഹായിക്കുന്ന എൻസൈം ഏത് എന്നാണ് ചോദിക്കും. ഇതിനകത്ത് ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? ഫോസ്ഫോ ഗ്ലിസറേറ്റ് കൈനേസ് ആണ് അല്ലെ. അതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് എന്ന് പറയുന്നത് ഏതാണ്? ഫോസ്ഫോ ഗ്ലിസറേറ്റ് കൈനേസ് ആണ്. നെക്സ്റ്റ്, during the conversion of glyceraldehyde 3-phosphate to 1,3-biphosphoglycerate, which coenzyme is reduced? അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഗ്ലൈക്കോളിസിസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അതായത് ഗ്ലിസറാൾഡിഹൈഡ് ഫോസ്ഫേറ്റ് 1,3-ബൈഫോസ്ഫോഗ്ലിസറേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം ഏതാണെന്നല്ല ചോദ്യം, ഏത് കോ എൻസൈം ആണ് റെഡ്യൂസ് ചെയ്യപ്പെടുന്നത് എന്നാണ് ചോദ്യം. NAD+, FAD+, NADP+, കോ എൻസൈം Q. നമുക്ക് ഉറപ്പായിട്ടും എന്ത് പറയാം? NAD+ ആണ് അല്ലെ. കാരണം NADHO FADHO ഒന്നും എന്തിൽ പങ്കെടുക്കുന്നവയല്ല, അല്ലെങ്കിൽ കോ എൻസൈം Q ഒന്നും എന്തുമായിട്ട് ബന്ധപ്പെട്ടതല്ല? ഒരു ഗ്ലൈക്കോളിസിസുമായിട്ട് ബന്ധപ്പെട്ടവയല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഏതാണ്? NAD ആണ്. അത് റെഡ്യൂസ് ചെയ്യുന്ന എന്തായി മാറും? NADH ആയിട്ട് മാറും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്ലൂക്കോകൈനേസ് ഓർ ഹെക്സോകൈനേസ് 4 differ from hexokinase 1 because it, option A, has a lower Km for glucose. Option B is inhibited by glucose 6-phosphate. Option C does not require Mg. Option D, it is primarily located in the liver and pancreatic beta cells. എവിടെയാണ് നടക്കുക? ഗ്ലൂക്കോകൈനേസ്. അതായത് രണ്ട് തരത്തിലുള്ള എൻസൈംസ് ഉണ്ട് അല്ലെ. ഗ്ലൂക്കോകൈനേസും ഉണ്ട്, ഹെക്സോകൈനേസും ഉണ്ട്. ഇതിനകത്ത് ഗ്ലൂക്കോകൈനേസ് എന്ന് പറയുന്നത് ഹെക്സോകൈനേസിൽ നിന്നും എങ്ങനെയാണ് ഡിഫർ ചെയ്തിരിക്കുന്നത്? ഗ്ലൂക്കോകൈനേസിനെ നമ്മൾ മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റൊരു പേരാണ് എന്ത്? ഹെക്സോകൈനേസ് 4. അതേസമയം ഹെക്സോകൈനേസിനെ നമ്മൾ ഹെക്സോകൈനേസ് 1 എന്ന് നമ്മൾ സാധാരണ പറയാറില്ല, ഹെക്സോകൈനേസ് എന്ന് തന്നെയാണ് പറയാം. പക്ഷെ എന്നാൽ ഓർത്തിരുന്നോണം, അത് ഹെക്സോകൈനേസ് 1ഉം അതുപോലെ തന്നെ ഗ്ലൂക്കോകൈനേസ് എന്ന് പറയുന്നത് ഹെക്സോകൈനേസ് 4ഉമാണ് അല്ലെ. എന്താണ് ഡിഫറൻസ്? അതായത് ഗ്ലൂക്കോകൈനേസിനെ ഹെക്സോകൈനേസിൽ നിന്നും വേർതിരിക്കുന്ന ഫാക്ടർ ഏതാണെന്നാണ് ചോദ്യം. ഏതാണ് അതിന്റെ ഫാക്ടർ എന്ന് പറയുന്നത്? ഓപ്ഷൻ ഡി ആണ് അല്ലെ. കാരണം ഗ്ലൂക്കോകൈനേസ് നമുക്കറിയാം എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ലിവറിലാണ് പ്രൊഡ്യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ലിവറിലും അതുപോലെ തന്നെ ബീറ്റ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുമായിട്ടുള്ള എൻസൈമാണ് ഏതെന്ന് പറയുന്നത്? ഗ്ലൂക്കോകൈനേസ് എന്ന് പറയുന്നത്. അതേസമയം ഹെക്സോകൈനേസ് ആണെങ്കിലോ അത് മസിൽ സെല്ലുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈംസുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് എൻസൈം റിക്വയർസ് TPP thiamine pyrophosphate as a cofactor? Option A, citrate synthase. Option B, alpha ketoglutarate dehydrogenase. Option C, fumarase. Option D, malate dehydrogenase. അതായത് ഏത് എൻസൈംസ് ആണ് TPP, ദാറ്റ് ഈസ് തയാമിൻ പൈറോഫോസ്ഫേറ്റ് എന്ന് പറയുന്നതിനെ കോഫാക്ടറായിട്ട് ഉപയോഗിച്ചുകൊണ്ട് റിയാക്ഷൻസിന് വിധേയമാകുന്നത് എന്നാണ് ചോദ്യം. ഒന്ന് സിട്രേറ്റ് സിന്തേസ്, ഓപ്ഷൻ ബി ആൽഫ കീറ്റോഗ്ലൂട്ടറേറ്റ് ഡീഹൈഡ്രോജനേസ്, ഓപ്ഷൻ സി ഫ്യൂമറേസ്, ദെൻ ഓപ്ഷൻ ഡി മാലേറ്റ് ഡീഹൈഡ്രോജനേസ്. ഇതിനകത്ത് ഏതാണ്? നമുക്കറിയാം തയാമിൻ എന്ന് പറയുന്നത് ഒരു അമിനോ ആസിഡ് ആണ് അല്ലെ. ഇവിടെ പല സൈക്കിൾസിലും അല്ലെങ്കിൽ ആ സിട്രിക് ആസിഡ് സൈക്കിളിനകത്ത് പല സ്റ്റേജുകളിലും എന്ത് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്തിന്റെ ബയോസിന്തസിസ് നടക്കുന്നുണ്ട്? അമിനോ ആസിഡിന്റെ ബയോസിന്തസിസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് തയാമിൻ ഉപയോഗിച്ചുകൊണ്ടുള്ള കോഫാക്ടർ ഏത് സ്റ്റേജിലാണ് നടക്കുന്നതെന്നാണ് ചോദ്യം. ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ആൽഫ കീറ്റോഗ്ലൂട്ടറേറ്റ് ഡീഹൈഡ്രോജനേസ് ആണ് കേട്ടോ. ആൽഫ കീറ്റോഗ്ലൂട്ടറേറ്റ് ഡീഹൈഡ്രോജനേസ് ആണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെയാണ് എന്ത് ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു അമിനോ ആസിഡിന്റെ അല്ലെങ്കിൽ ഒരു അമിനോ ആസിഡ് ബയോസിന്തസിസുമായിട്ടുള്ള റിയാക്ഷൻ നടക്കുന്നത് എവിടെയാണ്? ആൽഫ കീറ്റോഗ്ലൂട്ടറേറ്റ് ഡീഹൈഡ്രോജനേസ് റിയാക്ഷനിലാണ്. ഇവിടെയാണ് എന്ത് ഉപയോഗിക്കപ്പെടുന്നത്? TPP, ദാറ്റ് ഈസ് തയാമിൻ പൈറോഫോസ്ഫേറ്റേസ് എന്ന് പറയുന്ന എൻസൈം കോഫാക്ടർ ഉപയോഗിക്കുന്നത്. പറഞ്ഞെന്താണെന്ന് മനസ്സിലായോ? അതായത് സിട്രിക് ആസിഡ്സിന്റെ പല സൈക്കിൾസിനകത്തും പലതരത്തിലുള്ള എന്ത് ഫോം ചെയ്യുന്നുണ്ട്? എന്തിന്റെ ബയോസിന്തസിസ് സഹായിക്കുന്നുണ്ട്? അമിനോ ആസിഡ്സിന്റെ ബയോസിന്തസിസ് സഹായിക്കുന്ന പല ഫാക്ടേഴ്സും ഉൾക്കൊള്ളാറുണ്ട്. ഇതിനകത്ത് TPP എവിടെ ഉൾക്കൊള്ളുന്നു അല്ലെങ്കിൽ എവിടെയാണ് ആക്ട് ചെയ്യുന്നതെന്നാണ് നമ്മൾ ചോദിച്ചത്. എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? അത് ആൽഫ കീറ്റോഗ്ലൂട്ടറേറ്റ് ഡീഹൈഡ്രോജനേസ് എന്ന് പറയുന്ന എൻസൈംസിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഇന്റർമീഡിയറ്റ് ഓഫ് ദി ക്ലബ് സൈക്കിൾ ഈസ് ഇൻവോൾവ്ഡ് ഇൻ ദ ഹീം സിന്തസിസ്? ഹീം നമുക്കറിയാം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? ഹീമോഗ്ലോബിനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഹീം സിന്തസിസ് എന്ന് പറയുന്നത് അല്ലെ. ക്രബ് സൈക്കിളിന്റെ ഏത് ഇന്റർമീഡിയറ്റ്സ് ആണ് ഹീം സിന്തസിസിന് കാരണമാകുന്നത്? സിട്രേറ്റ്,
സക്സിനൈൽ കോഎൻസൈം, ഓപ്ഷൻ സി മാലേറ്റ്, ഓപ്ഷൻ ഡി ഓക്സാലോഅസെറ്റേസ്. തീർച്ചയായിട്ടും ഹീം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ എന്തായിരിക്കും ഉൾക്കൊള്ളുക? അവിടെ ഏതെങ്കിലും കോ ഫാക്ടർ ആയിരിക്കും ഉൾക്കൊള്ളുക. അപ്പോൾ തീർച്ചയായിട്ടും ഏതായിരിക്കും? സക്സിനൈൽ കോഎൻസൈം എ ആയിരിക്കും. ഓപ്ഷൻ ബി ആണ് ഇതിനകത്ത് കറക്റ്റ്. എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലായോ? ക്രബ് സൈക്കിൾ എന്ന് പറയുന്നത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്? അതായത് പൈറുവേറ്റ്, ഗ്ലൈക്കോളിസിന്റെ ഫലമായിട്ടുണ്ടാകുന്ന പൈറുവേറ്റിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യാം? ഒരു ATP ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിയാക്ഷൻസ് ആണ് അല്ലെ? പല സ്റ്റെപ്പുകളിലൂടെ കടന്നു പോകുന്ന ഒരു സൈക്ലിക് റിയാക്ഷൻസ് ആണ് ഏതെന്ന് പറയുന്നത്? ക്രബ് സൈക്കിൾ. ഈ ക്രബ് സൈക്കിളിന്റെ ഓരോ സ്റ്റേജിലും ഓരോ ബൈ പ്രൊഡക്ട്സുകൾ ഫോം ചെയ്യും. അങ്ങനെ ഫോം ചെയ്യുന്ന ബൈ പ്രൊഡക്ട്സ് ആണ്, അല്ലെങ്കിൽ അതിനകത്ത് പങ്കെടുക്കുന്ന ചില ബൈ പ്രൊഡക്ട്സിൽ നിന്നും എന്ത് ഫോം ചെയ്യേണ്ട? മറ്റുള്ള ബയോമോളിക്യൂൾസിന്റെ ബയോസിന്തസിസിന് കൂടി സഹായിക്കും. ഇവിടെ ഹീമിന്റെ സിന്തസിസിന് സഹായിക്കുന്ന ക്രബ് സൈക്കിളിന്റെ ഇന്റർമീഡിയറ്റ് ഏതെന്നാണ് ചോദ്യം. അതേതാണ്? സക്സിനൈൽ കോഎൻസൈം എ ആണ് കേട്ടോ. സക്സിനൈൽ കോഎൻസൈം എ. വിച്ച് എൻസൈം ഈസ് ഇൻഹിബിറ്റഡ് ബൈ ദി പ്രൊഡക്റ്റ് ഓഫ് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ്? ഹെക്സോകൈനേസ്, PFK, പൈറുവേറ്റ് കൈനേസ്, ഇനോളേസ്. ഇതിനകത്ത് ഗ്ലൂക്കോസ് 6, അതായത് നമുക്കറിയാം 3 തരത്തിലുള്ള റെഗുലേഷൻ നടക്കും. ഏതൊരു മെറ്റബോളിക് റിയാക്ഷൻസിനകത്ത് 3 തരത്തിലുള്ള റിയാക്ഷൻസ് നടക്കാം, റെഗുലേഷൻ നടക്കും. ഒന്നെങ്കിൽ അത് സബ്സ്ട്രേറ്റ് വഴി നടക്കുന്ന റെഗുലേഷൻ ഉണ്ടാവാം, എൻസൈം വഴി നടക്കുന്ന റെഗുലേഷൻ, അത് നമ്മൾ അലോസ്റ്ററിക് റെഗുലേഷൻ എന്ന് പറയും. മൂന്നാമത്തെ എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് വഴി നടക്കുന്ന പ്രൊഡക്റ്റ് ഇൻഹിബിഷൻ എന്ന് പറയും. ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് പ്രൊഡക്റ്റ് ഇൻഹിബിഷനാണ്. അതായത് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് ആണ്. എന്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാ? ഗ്ലൂക്കോസിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിനെയാണ് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് അല്ലെ? അപ്പോൾ ഇവിടെ പ്രൊഡക്റ്റ് ഇൻഹിബിഷനിലൂടെ ഡീആക്ടിവേറ്റ് ചെയ്യുന്ന എൻസൈം ഏതെന്നാണ് നമ്മുടെ ചോദ്യം. തീർച്ചയായിട്ടും ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഫോം ചെയ്യാനായിട്ട് സഹായിക്കുന്ന എൻസൈം ഏതാണ്? ഹെക്സോകൈനേസ് ആണ് അല്ലെ? ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന എൻസൈം ആണ് ഹെക്സോകൈനേസ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടുത്തെ പ്രൊഡക്റ്റ് ഇൻഹിബിഷൻ, ഇവിടുത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആണ് ഇവിടുത്തെ പ്രൊഡക്റ്റ് അല്ലെ? ആ പ്രൊഡക്റ്റിന്റെ ഇൻഹിബിഷൻ മൂലം ഡീആക്ടിവേറ്റ് ചെയ്യപ്പെടുന്ന എൻസൈം അതെന്ന് പറയുന്നത് ഏതാണ്? ഹെക്സോകൈനേസ് ആണ്. ഓപ്ഷൻ എ ആണ് ഇതിനകത്ത് കറക്റ്റ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് എൻസൈം കാറ്റലൈസസ് ദ ഫൈനൽ റെഗുലേറ്ററി സ്റ്റെപ്സ് ഇൻ ഗ്ലൈക്കോളിസിസ്? നമ്മൾ പറഞ്ഞു 3 തരത്തിലുള്ള റെഗുലേഷൻ, അല്ലെങ്കിൽ 3 സ്റ്റെപ്പിലാണ് എന്ത് നടക്കുന്നത്? ഈ റെഗുലേഷൻ നടക്കുന്നത് അല്ലെ? ഇപ്പോൾ ഗ്ലൈക്കോളിസിസ് ആയാലും ക്രബ് സൈക്കിൾ ആയാലും പെൻഡോസ് ഫോസ്ഫേറ്റ് പാത്വേ ആയാലും എനർജി നീഡിന് അനുസരിച്ചാണ്. നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിന് ATP ഉണ്ടെങ്കിൽ, നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിന് NADPH ഉണ്ടെങ്കിൽ ഈ പറയുന്ന പാത്വേ ഒന്നും എന്ത് ചെയ്യപ്പെടുന്നില്ല? ആക്റ്റീവ് ആകേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ബോഡിയിലെ എനർജി നീഡ് അനുസരിച്ച് ഒരു 3 ലെവലിലാണ് ഇപ്പോൾ ഗ്ലൈക്കോളിസിസിൽ എന്ത് നടക്കുക? റെഗുലേഷൻസ് നടക്കുക. അതായത് ക്രബ് സൈക്കിളിലാണെങ്കിലും ഗ്ലൈക്കോളിസിസിലാണെങ്കിലും എവിടെയെല്ലാമാണോ ഇറിവേഴ്സിബിൾ സ്റ്റെപ്സ് വരുന്നത്, ഇല്ലെങ്കിൽ ഇറിവേഴ്സിബിൾ കൺവേർഷൻ നടക്കുന്നത്, അവിടെ മാത്രമാണ് എന്ത് നടക്കുന്നത്? റെഗുലേഷൻ നടക്കുന്നത്. ഇപ്പോൾ ഗ്ലൈക്കോളിസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു 3 ഇറിവേഴ്സിബിൾ പ്രോസസ് ആണ് അവിടെ ഉള്ളത്. അതായത് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാറ്റലൈസ് ചെയ്യുന്ന ഏതാണ്? ഹെക്സോകൈനേസ് ഓർ ഗ്ലൂക്കോകൈനേസ് ആണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോസ്ഫോ ഫ്രക്ടോകൈനേസ് ആണ്. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ നടക്കുന്ന റെഗുലേഷൻ. ഇനി മൂന്നാമത്തെ റെഗുലേഷൻ നടക്കുന്നത് ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പിലാണ്. അത് കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം എന്ന് പറയുന്നത് ഏതാണ്? പൈറുവേറ്റ് കൈനേസ് ആണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏതാണ്? പൈറുവേറ്റ് കൈനേസ് ആണ് ഇത് കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം. എന്ന് ഫൈനൽ റെഗുലേറ്ററി സ്റ്റെപ്സ് ഇൻ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത് കാറ്റലൈസ് ചെയ്യുന്ന ഏത് എൻസൈം ആണ്? പൈറുവേറ്റ് കൈനേസ് ആണ് കേട്ടോ. അപ്പോൾ ഏതാണ് ഓപ്ഷൻ കറക്റ്റ്? ഓപ്ഷൻ സി ആണ് ഇതിനകത്ത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത് നോക്കിക്കേ, വിച്ച് മോളിക്യൂൾ സ്ട്രോങ്ലി ആക്ടിവേറ്റ് PFK1 ഇൻ ദ ലിവർ? ഓപ്ഷൻ എ ഫ്രാക്ടോസ് 1,6 ബയോഫോസ്ഫേറ്റ്, ഓപ്ഷൻ ബി ഫ്രാക്ടോസ് 2,6 ബൈഫോസ്ഫേറ്റ്, ഓപ്ഷൻ സി ഫ്രാക്ടോസ് 6 ഫോസ്ഫേറ്റ്, ഓപ്ഷൻ ഡി NADH. അതായത് ഫോസ്ഫോ ഫ്രാക്ടോസ് കൈനേസ് 1 നമുക്കറിയാം ഇത് എന്തിനെ കാറ്റലൈസ് ചെയ്യുന്നതാ? ഇത് ഗ്ലൈക്കോളിസിന്റെ റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം ആണ് അല്ലെ? ഫോസ്ഫോ ഫ്രക്ടോകൈനേസ് എന്ന് പറയുന്നത് എന്തിനെ കാറ്റലൈസ് ചെയ്യുന്നതാണ്? ഒരു ഗ്ലൈക്കോളിസിന്റെ റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമിനെയാണ് ഫോസ്ഫോ ഫ്രക്ടോകൈനേസ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ എൻസൈം ഏറ്റവും ആക്റ്റീവ് ആകണമെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു മോളിക്യൂൾസ് എന്ത് ചെയ്തിട്ടുണ്ടാവണം? ഇതിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ടുണ്ടാവണം അല്ലെ? ഈ പറയുന്നതിനകത്ത് ഒരേ ഒരു മോളിക്യൂൾസ് മാത്രമേ എന്തിനുള്ളൂ? ലിവറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന PFK1 സ്റ്റിമുലേറ്റ് ചെയ്യുന്ന അതെന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഫ്രാക്ടോസ് 2,6 ബൈഫോസ്ഫേറ്റ് ആണ്. ഏതാണ്? ഫ്രാക്ടോസ് 2,6 ബൈഫോസ്ഫേറ്റ്. ഇപ്പൊ നമുക്കറിയാം ഈ ഫ്രാക്ടോസ് 2,6 ബൈഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും എന്തിൽ വരുന്നവയല്ല? ഈ പറയുന്ന ക്ലബ് സൈക്കിളിലോ ഇല്ലെങ്കിൽ ഈ പറയുന്ന പെൻഡോസ് ഫോസ്ഫേറ്റ് പാത്വേയിലോ ഗ്ലൈക്കോജനസിസിലോ ഒന്നും വരുന്നവയല്ല. ഈ പറയുന്ന ക്ലബ് സൈക്കിളിലോ ഒന്നും വരുന്ന പ്രൊഡക്റ്റ് അല്ല ഫ്രാക്ടോസ് 2,6 ബൈഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ നിങ്ങൾ ഓർത്തിരുന്നോണം. നമുക്കറിയാം ഏത് റെഗുലേഷൻസിനും അല്ലെങ്കിൽ നമുക്ക് 2 രീതിയിലുള്ള റെഗുലേഷൻസ് ആണുള്ളത് അല്ലെ? ഒരു പോസിറ്റീവ് റെഗുലേഷൻസും ഉണ്ട്, നെഗറ്റീവ് റെഗുലേഷൻസും ഉണ്ട്. ഈ ബയോകെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഏത് സൈക്കിൾസ് പഠിച്ചാലും റെഗുലേഷൻ
റിയാക്ഷൻ കൂടി പഠിച്ചു പോകണം. കാരണം റെഗുലേഷൻസ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. 2 രീതിയിലുള്ള ഇപ്പോൾ ഗ്ലൈക്കോളിസിസ് എടുത്താലും ക്രബ് സൈക്കിൾ എടുത്താലും പെൻഡോസ് ഫോസ്ഫേറ്റ് പാത്വേ എടുത്താലും ഗ്ലൈക്കോജനോളിസിസ് എടുത്താലും ഗ്ലൂക്കോനിയോജൻസിസ് എടുത്താലും ഏത് പാത്വേ എടുത്തു കഴിഞ്ഞാലും അതിന് 2 ടൈപ്പിലുള്ള റെഗുലേഷൻസ് നടക്കും. അതായത് പോസിറ്റീവ് റെഗുലേഷൻസും ഉണ്ടാകും. പോസിറ്റീവ് റെഗുലേഷൻ എന്ന് വെച്ചാൽ എന്താ? ആ റിയാക്ഷൻസ് ക്യാരി ഓൺ ചെയ്യുന്നത് അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യുന്ന റിയാക്ഷൻസ്. ഇനി അതുപോലെ നെഗറ്റീവ് റിലേഷൻസും ഉണ്ട്. അതായത് നെഗറ്റീവ് റിലേഷൻസ് വെച്ചാൽ അത് സ്റ്റോപ്പ് ചെയ്യുന്ന. ഇപ്പോൾ ഗ്ലൈക്കോളിസിസ് ആണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുവാണെങ്കിൽ അത് നെഗറ്റീവ് റിലേഷൻ ആയി അല്ലേ. ഇപ്പോൾ ഗ്ലൈക്കോളിസിന്റെ കേസ് എടുക്കുവാണെങ്കിൽ ഇവിടുത്തെ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള റിയാക്ഷൻ അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ആയിട്ടുള്ള പോസിറ്റീവ് റെഗുലേഷനെ ക്യാരി ഔട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റിനെ നമ്മൾ വിളിക്കും എന്തെന്നാ വിളിക്കുക? ആക്ടിവേറ്റേഴ്സ് എന്ന് വിളിക്കും. എന്തെന്നാ വിളിക്കുക? ആക്ടിവേറ്റേഴ്സ്. എന്താണ് ആക്ടിവേറ്റേഴ്സ് എന്ന് വെച്ചാൽ ആ റിയാക്ഷൻ ഇപ്പോൾ ഗ്ലൈക്കോളിസിസ് ആണെങ്കിൽ ഗ്ലൈക്കോളിസിനെ ക്യാരി ചെയ്യുന്ന അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാൻ സഹായിക്കുന്ന പ്രൊഡക്ട്സ്. ആ പ്രൊഡക്ട്സിനെ നമ്മൾ ആക്ടിവേറ്റേഴ്സ് എന്ന് വിളിക്കുന്നു. അതേസമയം നെഗറ്റീവ് റെഗുലേഷന് കാരണമാകുന്നവയെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഇൻഹിബിറ്റേഴ്സ് എന്ന് വിളിക്കും. ഓർത്തിരുന്നോണം, 2 രീതിയിലുള്ള റെഗുലേഷൻസ് ഉണ്ട്. പോസിറ്റീവായിട്ട് നടക്കുന്ന റെഗുലേഷൻസും ഉണ്ട്, നെഗറ്റീവായിട്ട് റെഗുലേഷൻസും ഉണ്ട്. പോസിറ്റീവ് റെഗുലേഷൻ ആ ഗ്ലൈക്കോളിസിനെ കണ്ടിന്യൂ ചെയ്യാൻ സഹായിക്കുന്ന ഫാക്ടേഴ്സിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ആക്ടിവേറ്റേഴ്സ് എന്ന് വിളിക്കും. ഇനി ഏതെല്ലാമാണ് ഇപ്പോൾ ഗ്ലൈക്കോളിസിസ് എടുത്തു കഴിഞ്ഞാൽ ഏതെല്ലാമാണ് അവിടുത്തെ പോസിറ്റീവ് ആക്ടിവേറ്റേഴ്സ്? നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത് വരുന്ന ആളെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആരായിരിക്കും? ADP ആയിരിക്കും അല്ലെ. ADP എന്ന് വെച്ചാൽ എന്താ? അവിടെ ലോ എനർജി പ്രസൻസ് ആണ് അല്ലെ. ലോ എനർജി സബ്സ്റ്റൻസ് ആണ് ADP. അതുപോലെ തന്നെ AMP, അഡിനോസിൻ മോണോഫോസ്ഫേറ്റോ അല്ലെങ്കിൽ അഡിനോസിൻ ഡൈഫോസ്ഫേറ്റോ വന്നു കഴിഞ്ഞാലും ഇവ രണ്ടും എന്താണ്? ഇവ രണ്ടും പോസിറ്റീവ് ആക്ടിവേറ്റേഴ്സ് ആണ് അല്ലെ. ഇവ രണ്ടിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അതിനർത്ഥം എന്താ? അവിടെ ലോ ATP എന്നാണ്. ഇതുപോലെ തന്നെ ഈ ADPയും AMPയും പോലെ തന്നെ ഇതിന്റെ ആക്ടിവേറ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്ന മറ്റൊരു ഘടകമാണ് ഏതെന്ന് പറയുന്നത്? ഫ്രക്ടോസ് 2,6 ബൈഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. ഓർത്തിരുന്നോണം, ഫ്രക്ടോസ് 2,6 ബൈഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് എന്തായിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്നത്? ആക്ടിവേറ്റേഴ്സ് ആണ്. എന്തിനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്? ഗ്ലൈക്കോളിറ്റിക് പാത്വേനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? ഇനി ഈ പാത്വേയിൽ ഏത് സ്റ്റേജിനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാലോ അത് ഫോസ്ഫോ ഫ്രക്ടോകൈനേസ് 1നെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ നമ്മൾ പറഞ്ഞു ഇവിടെ നെഗറ്റീവ് ഇൻഹിബിറ്റേഴ്സും ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. എന്ന് വെച്ചാൽ എന്താ? ഒരു ഗ്ലൈക്കോളിസിസ് ആ സമയത്ത് നടക്കണ്ട, അത് സ്റ്റോപ്പ് ചെയ്തോളൂ എന്ന് പറയണമെങ്കിൽ അവിടെ എന്ത് വേണം? അതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഫാക്ടർ വേണം അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഇവിടുത്തെ മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് ഏത് തന്നെയായിരിക്കും? ATP ആണ്. നമ്മുടെ ബോഡിയിൽ അഡ്വക്കേറ്റ് എമൗണ്ട് അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ATP എമൗണ്ട് ഉണ്ടെങ്കിൽ പിന്നെ അവിടെ ഒരു റിയാക്ഷൻ നടക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലെ. അതുപോലെ തന്നെ ATP മാത്രമല്ല ഇവിടെ ഇൻഹിബിറ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുക. സിട്രേറ്റും എന്താണ്? ഇതും ഒരു റെഗുലേറ്റർ ആണ് കേട്ടോ. ഇതിനകത്ത് വരുന്ന നെഗറ്റീവ് അല്ലെങ്കിൽ ഇൻഹിബിറ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നവയാണ് ആരെല്ലാം? ATPയും സിട്രേറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞത് റെഗുലേഷനെ കുറിച്ചാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരിക്കലും ഗ്ലൈക്കോളിസിന്റെ സ്റ്റേജുകളെ കുറിച്ച് അല്ല ചോദിക്കും. അവിടുത്തെ ഇറിവേഴ്സിബിൾ റിയാക്ഷൻസ് കാറ്റലൈസ് ചെയ്യുന്ന സ്റ്റേജ് ഏത് റിയാക്ഷൻസ് ആണ്? കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ആവുന്നത് FAD NAD ആയിട്ട് മാറ്റുന്ന FAD ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന എൻസൈം, ആ പ്രോസസ്സിനെ കൺവേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആ പ്രോസസ്സിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് സാധാരണ ഇതിലൂടെ വരിക. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗ്ലൈക്കോളിസിന്റെയും ഏതൊരു മെറ്റബോളിക് പാത്വേയുടെയും റെഗുലേഷൻ. അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഏതൊക്കെയാണ്? ഓരോ റെഗുലേഷൻസിനകത്തും അതിനകത്ത് ആരൊക്കെയാണ് ആക്ടിവേറ്റേഴ്സ്, ആരെല്ലാമാണ് അതിനകത്ത് ഇൻഹിബിറ്റേഴ്സ്, ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ റെഗുലേഷൻ വളരെ ഈസി ആയിട്ട് വരും. അപ്പോൾ ഗ്ലൈക്കോളിസിസിനകത്ത് 3 ആക്ടിവേറ്റേഴ്സ് ആണുള്ളത്. ഒന്ന് ADP, ഒന്ന് AMP, അതുപോലെ തന്നെ വരുന്നവരാണ് ആര്? ഫ്രക്ടോസ് 2,6 ബൈഫോസ്ഫേറ്റ് എന്ന് പറയും. അപ്പോൾ അതേസമയം ഇൻഹിബിറ്റർ ആയിട്ട് വരുന്ന ആരൊക്കെയാണ്? എപ്പോഴാണ് ഇൻഹിബിഷൻ സംഭവിക്കാം? ഗ്ലൈക്കോളിസിസ് നിന്ന് പോകേണ്ട അവസ്ഥ എപ്പോഴാണ് ഉണ്ടാവുക? കാരണം അവിടെ അവർക്ക് ആഡിക്വേറ്റ് ആയിട്ടുള്ള ATP അവൈലബിൾ ആണ് എങ്കിൽ, ഇനി ഒരു ഫർദർ പൈറുവേറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാം? അവിടെ സ്റ്റോപ്പ് ചെയ്യാം അല്ലെ. അപ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള പ്രസൻസ് എന്ന് പറയുന്ന ആരൊക്കെ പ്രസൻസ് ഉണ്ടാവണം? ATP ഉണ്ടാവണം, സിട്രേറ്റ് ഉണ്ടാവണം. അപ്പോൾ ഈ ATPയും സിട്രേറ്റുമാണ് എന്തായിട്ട് ആക്ട് ചെയ്യാം? ഇൻഹിബിറ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? അടുത്തത്, സിട്രേറ്റ് ഇൻഹിബിറ്റ് ഗ്ലൈക്കോളിസിസ് ബൈ ആക്ടിങ് ഓൺ ഓപ്ഷൻ A ഹെക്സോകൈനേസ്, ഓപ്ഷൻ B ഫോസ്ഫോഫ്രക്ടോകൈനേസ് 1, ഓപ്ഷൻ C പൈറുവേറ്റ് കൈനേസ്, ഓപ്ഷൻ D ലാക്ടേറ്റ് ഡീഹൈഡ്രോജനേസ്. ഇതിനകത്ത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? PFK ആണ്. നമ്മൾ പറഞ്ഞായിരുന്നു ATP ആണെങ്കിലും ഇത് ഈ പറയുന്ന ഇപ്പൊ PFK എന്ന് പറയുന്നത് ഏത് എൻസൈംസ് ആണ്? ഒരു റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം ആണ് അല്ലെ. അപ്പൊ ആ സ്റ്റെപ്പിനെ തന്നെയാണ് എന്ത് ബാധിക്കുക? ATP ആണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ പറയുന്ന ഈ ഫ്രക്ടോസ് 2,6 ആയാലും നോട്ട് ഫ്രക്ടോസ് 2,6 ഈ പറയുന്ന സിട്രേറ്റ് ആണെങ്കിൽ ATPയും സിട്രേറ്റും ഇവ രണ്ടും ആക്ട് ചെയ്യുന്നതും ഏതിൽ തന്നെയാണ്? ഈ പറയുന്ന ഫോസ്ഫോഫ്രക്ടോകൈനേസ് 1ലാണ് കേട്ടോ. 3rd സ്റ്റെപ്പിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈംസിലാണ്. ഇന്ന് നമ്മൾ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഡിസ്കസ് ചെയ്തുള്ളൂ അല്ലെ. ബയോകെമിസ്ട്രി നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് കൊണ്ട് തീർക്കാനായിട്ട് സാധിക്കുമോ?
തീർക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം? ധാരാളം ക്വസ്റ്റ്യൻസ് എത്രമാത്രം നമ്മൾ ശരിക്കും തിയറി പഠിക്കുന്നതും നമ്മളൊരു എക്സാം എഴുതുന്നതും തമ്മിൽ ആനയാട് വ്യത്യാസമുണ്ട് അല്ലേ? നമ്മൾ തിയറി പഠിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വായിച്ച് പോകും. പക്ഷേ അതൊരു എക്സാം ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങളെ നമ്മൾ മറ്റൊരു തലത്തിൽ ചിന്തിച്ചാൽ മാത്രമേ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കൂ. പലപ്പോഴും ബയോകെമിസ്ട്രിക്ക് കുട്ടികൾക്ക് മാർക്ക് കിട്ടാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നമ്മൾ കുറേ തിയറി പാർട്ട് ഇങ്ങനെ പഠിച്ചു വെക്കും. പക്ഷേ ആ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് തിങ്ക് ചെയ്യാനായിട്ട് നമ്മൾ പലപ്പോഴും ശ്രമിക്കാതെ വരും. നമ്മൾ റെഗുലേഷൻ പഠിച്ചിട്ടുണ്ടാവും, അതിൻ്റകത്ത് ഓരോ സ്റ്റെപ്സും പഠിച്ചിട്ടുണ്ടാവും, ഓരോ കോഫാക്ടേഴ്സിൻ്റെ പ്രസൻസ് പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെ എല്ലാ കാര്യങ്ങളും പഠിച്ചു വെക്കും. പക്ഷേ അപ്പോഴൊന്നും നമുക്ക് നല്ലൊരു മാർക്ക് ബയോകെമിസ്ട്രിയിൽ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കാറേ ഇല്ല. അപ്പോൾ സ്കോർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? എത്രമാത്രം ക്വസ്റ്റ്യൻസ് ചെയ്യാമോ അത്രമാത്രം ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്തിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ആ ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേക്കും ഇത് എന്തിനെക്കുറിച്ചാണെന്നുള്ള കാര്യമെങ്കിലും ഉറപ്പ് വരും. ഇപ്പോൾ നമുക്ക് ഒരിക്കലും നമ്മൾ ഈ പറയുന്ന ഗ്ലൈക്കോൾസിനകത്ത് സിട്രേറ്റിന്റെ പ്രസൻസ് എന്താണ്, അല്ലെങ്കിൽ സിട്രേറ്റിന്റെ ആവശ്യകത എന്താണെന്നൊക്കെ നമ്മൾ ചിന്തിക്കും അല്ലേ? സിട്രേറ്റ് വരുന്നത് സിട്രിക് ആസിഡിനല്ലേ, പിന്നെന്താണ് ഇവിടുത്തെ റെഗുലേഷൻ? പക്ഷേ അപ്പോൾ നമ്മൾ എന്തിനെക്കുറിച്ച് പഠിച്ചിരിക്കണം? റെഗുലേഷനെ കുറിച്ച് പഠിച്ചിരിക്കണം. ആ റെഗുലേഷനകത്ത് എന്താണ് സിട്രേറ്റ് ചെയ്യുന്നതെന്ന് പഠിച്ചിരിക്കണം. അങ്ങനെ പല കാര്യങ്ങളും ഓർത്ത് പഠിച്ചാൽ മാത്രം, കണക്ട് ചെയ്ത് പഠിച്ചാൽ മാത്രം ഓർമ്മയിൽ നിൽക്കുന്ന ഒരു ഭാഗമാണ് ഏതെന്ന് പറയുന്നത് ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത്. ധൈര്യമായിട്ട് സിസിയിൽ ജോയിൻ ചെയ്തോ. നമ്മൾ ഈ മാക്സിമം ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിൽ ഞങ്ങൾ ഉറപ്പായിട്ടും പ്രിപ്പയർ ചെയ്തിരിക്കും. അപ്പം ജോയിൻ ചെയ്യുമല്ലേ? അടുത്തൊരു ക്ലാസ്സിലൂടെ കാണാം. താങ്ക് യു. Download now. CC Learning app.